പിന്നെ രാജനാണ് അന്ന് മാജിക്കിൻ്റെ സാധനങ്ങൾ മുഴുവൻ അതിന് ശേഷം നമ്മുടെ ഈ ഒരു ഇഷ്യൂ ഒക്കെ നടന്നതിന് ശേഷം ഈ സൂയിസൈഡ് അറ്റംപ്റ്റും പ്രശ്നമൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ല അതിനെക്കുറിച്ച് നമുക്ക് പറയണോ? ഞങ്ങൾ പിന്നെ അവിടെ എന്നും ഈ ട്രാൻസ്ഫോമിൻ്റെ അടിയിലിരിക്കും. കുറച്ചിങ്ങനെ പുൽമേടുണ്ട്, അവിടെ ഇരുന്ന് കാറ്റുകൊണ്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യല അവിടുന്ന്. അപ്പോൾ ഒരു ദിവസം ഞാൻ ചെന്നപ്പോണ്ട് നേരെ ട്രാൻസ്ഫോമിൻ്റെ അടുക്കില്ലാണ് പിടിക്കാനുള്ള പരിപാടി. ഞാൻ ചെന്നിട്ട് വലിച്ചിട്ട് ശക്തിയിട്ട് വലിച്ചിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചു. ഇനി വയ്യ, നമുക്ക് ഇനി ഇത് സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സൂയിസൈഡ് അറ്റംപ്റ്റ് ആണെന്ന് മനസ്സിലായി. കാരണം ഞാൻ സ്ഥിരം കാണണമല്ലേ. ആദ്യം സങ്കടം തോന്നി, വളരെയധികം സങ്കടം. ഈ മാജിക്കിന് വേണ്ട, നീ വേറെ എന്തെങ്കിലും പണിക്ക് പോകുമെന്ന് അങ്ങനെ പറയാൻ തോന്നിയോ? സ്വാഭാവികമായിട്ട് അങ്ങനെ പറയുമല്ലോ. കാരണം അന്ന് പറഞ്ഞു നമുക്ക് ഈ വണ്ടി വിറ്റിട്ട് നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഉണ്ണണതും ഉറങ്ങണതും മുഴുവൻ മാജിക്കിന് വേണ്ടിയാണ്. അതിനെപ്പറ്റി ചർച്ചയുള്ളൂ. പിന്നത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഉറപ്പായി. അപ്പോൾ പിന്നെ വീണ്ടും അതിൽ തന്നെ തുടർന്നു. ആശാരിപ്പണി എടുക്കും എൻ്റെ ഒപ്പം. പൈസ ഇല്ലല്ലോ, സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പം തന്നെ ചർച്ച മാജിക്ക് അന്നും ഇന്നും.